വൈദ്യത്ത് ഈ ഇന്ദിരയുടെ അടുത്തുനിന്നുള്ള ഈ മെസ്സേജ് കിട്ടുമ്പോൾ ഈ മേജർ OP മിശ്ര ടൈഗർ ഹില്ലിന്റെ ബേസിൽ ഡിപ്ലോയ്ഡ് ആണ്. അപ്പോൾ ടൈഗർ ഹില്ലിന്റെ ബേസിൽ ഒരേ ഒരു ബാറ്ററി കമാൻഡ് മാത്രമേ ഉള്ളൂ. ആ ബാറ്ററി കമാൻഡ് ആൻഡ് അവര് സീരിയസ് ആയിട്ട് ഇൻവോൾവ് ആയിരിക്കുന്നതാണ്. ടൈഗർ ഹില്ലിന്റെ ഞാൻ പറഞ്ഞല്ലോ എൻ്റെ ഓപ്പറേഷൻ അതിൽ ഇൻവോൾവ് ആയിരുന്നു. അപ്പോൾ ഈ വിവരം അറിഞ്ഞപ്പോൾ മിശ്ര അവിടെയാണ്, വേറെ ബാറ്ററി കമാൻഡേഴ്സൊന്നും നമുക്ക് അങ്ങോട്ട് അയക്കാനില്ല. അപ്പോൾ ഈ വിവരം അറിഞ്ഞപ്പോൾ ഞാൻ ഉടൻ തന്നെ ബ്രിഗേഡ് കമാൻഡേഴ്സിനോട് പറഞ്ഞു, 2 പേരുണ്ട്, ആർട്ടിലറി ബ്രിഗേഡ് കമാൻഡേഴ്സിനോട് പറഞ്ഞു, ഇൻഫൻട്രി ബ്രിഗേഡിൻ്റെ കമാൻഡോട് പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു, നോക്ക് ഒരു ഓഫീസറുടെ അച്ഛനാണ് മരിച്ചിട്ടുള്ളത്, പ്രത്യേകിച്ച് ഒരു എക്സ് ആർമി ഓഫീസർ പറഞ്ഞിരിക്കുന്നുണ്ട്, ഞങ്ങൾക്ക് വിരോധമില്ല, പക്ഷേ ഇവിടെ ടാസ്കിൽ ഒരു കുറവും വരാൻ പാടില്ല. അപ്പോൾ അഥവാ നീ ഇതിന് പൂർണ്ണ ഉത്തരവാദിത്വം എടുക്കും എന്നുണ്ടെന്നുണ്ടെങ്കിൽ നിനക്ക് മിസ്റ്റർ പറഞ്ഞേക്കാം, ഞങ്ങൾക്കിതിൽ ഒരു ഒപ്പീനിയൻ ഇല്ല. അപ്പോൾ ഞാൻ പറഞ്ഞു, സർ ഓക്കെ, ഐ ടേക്ക് ദ റിസ്ക്. അങ്ങനെ ഞാനൊരു ക്യാപ്റ്റനെ, കാരണം മേജേഴ്സ് ഒന്നുമില്ല, ഒരു ക്യാപ്റ്റനെ അവിടേക്ക് ഇത് ചെയ്തു. മിശ്രയ്ക്ക് അതിൻ്റെ ബേസിൽ നിന്ന് നമ്മുടെ അവിടത്തേക്ക് എത്തണമെന്നുണ്ടെങ്കിൽ 8 മണിക്കൂർ 8 hours ട്രാവൽ ടൈം, കുറേ ദൂരം നടക്കും, ഏറെ ദൂരം നടന്നിട്ട് 8 മണിക്കൂർ. അപ്പോൾ ഒരിക്കൽ തീരുമാനം എടുത്ത് കഴിഞ്ഞോട് കൂടിയിട്ട് ഞാൻ നമ്മുടെ എല്ലാ സോഴ്സിനെ ആക്ടിവേറ്റ് ചെയ്തിട്ട്, അപ്പോൾ എനിക്ക് അറിയാം, ഒരു കേണൽ ശശികുമാറുണ്ട്, എയറോപി സ്ക്വാഡ്രൺ കമാൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്, വളരെ ക്ലോസ് ഫ്രണ്ടാണ്. അപ്പോൾ ഞങ്ങൾ തമ്മിൽ വളരെ ഒരുമിച്ച് റെജിമെൻ്റ് ഉണ്ടായിരുന്നു. ഞാൻ ഉടനെ തന്നെ ശശിനെ വിളിച്ചു, പറഞ്ഞു, ശശി ഇങ്ങനൊരു സംഗതിയുണ്ട്, നിനക്ക് എന്താ ചെയ്യാൻ പറ്റും? പറഞ്ഞു, സാർ ഞാൻ ഹെലികോപ്റ്റർ ഉണ്ട്. അങ്ങനെ ശശി സ്വന്തം റിസ്കിൽ ഹെലികോപ്റ്റർ അവിടെ വന്നിട്ട് മിശ്ര വരുമ്പോൾ ഹെലികോപ്റ്ററിനെ കാത്തു നിൽക്കണം. ഇതേ വിവരം ഞാൻ 15 കോർ ഹെഡ് ക്വാർട്ടറിലേക്ക് കേണൽ MS ഗുപ്തയായിരുന്നു, അവിടുത്തെ കേണൽ GSRT. കേണൽ ഗുപ്തയോട് പറഞ്ഞു, സാർ ഇവിടുന്ന് അവിടം വരെ ഞാൻ എത്തിക്കുന്നുണ്ട്, പക്ഷേ മിശ്രയുടെ അച്ഛൻ്റെ ലാസ്റ്റ് റൈറ്റ്സിന് മിശ്ര എത്തണം, അതിന് സാറിന് എന്താ ചെയ്യാൻ പറ്റുമോ? എന്നോട് പറഞ്ഞു, സുബു ഡൽഹി വരെ എത്തിക്കുന്ന കാര്യം ഞാൻ ഏറ്റു. അപ്പോൾ അങ്ങനെ മിശ്രയെ നമ്മൾ ഇവിടുന്ന് ദ്രാസിൽ നിന്ന് ഡൽഹിയിലേക്ക് പറഞ്ഞു വെച്ചു. ആദ്യം ശ്രീനഗറിലേക്ക് പറഞ്ഞു വെച്ചു, ശ്രീനഗറിൽ നിന്ന് ഒരു ഹെലികോപ്റ്ററിൽ ഡൽഹിയിലേക്ക് പറഞ്ഞു വെച്ചു. ഡൽഹിയിലേക്ക് പറഞ്ഞപ്പോൾ CCRTക്ക് അവിടെ ഹോൾഡ് ഉണ്ട്. അപ്പോൾ CCRT പറഞ്ഞു, ഇത്രയും റിസ്ക് എടുത്തിട്ട് ഒരു കമാൻഡിങ് ഓഫീസർ ഇതുമാതിരി പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവൻ അവിടെ എത്തിയേ പറ്റൂ. അങ്ങനെ CCRT അദ്ദേഹത്തിൻ്റെ എയർഫോഴ്സ് കണക്ഷൻ ഉപയോഗിച്ച് ഒരു ഹെലികോപ്റ്റർ വീണ്ടും അറേഞ്ച് ചെയ്തു. ആ ഹെലികോപ്റ്ററിലാണ് മിശ്ര വീട്ടിലെത്തുന്നത്. അച്ഛൻ്റെ ലാസ്റ്റ് റൈറ്റ്സിൽ പങ്കെടുത്തു. എന്നിട്ടാണ് മിശ്ര തിരിച്ചു വന്നത്. അത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു നേട്ടമായിരുന്നു. അത് കാരണത്താലാണ് അന്ന് ഞങ്ങൾ ഇപ്പോൾ ഞങ്ങൾ ഇവിടെ 315 ഗെറ്റ് ടുഗദർ ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഗെറ്റ് ടുഗദറിന് പോയപ്പോൾ അവിടെ മേജർ മിശ്ര ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ എല്ലാവരുടെ അനുഭവങ്ങൾ ഇങ്ങനെ പങ്കുവയ്ക്കാൻ പറഞ്ഞപ്പോൾ ഈ മിശ്ര എന്നോട് ചോദിച്ചു, എന്ത് കരച്ചിലായിരുന്നു, പൊട്ടി കരച്ചിലായിരുന്നു അച്ഛന്. കാരണം നമ്മൾ അങ്ങനത്തെ ഒരു റിസ്ക്കാണ് എടുത്തത്, അങ്ങനത്തെ അപ്പോൾ ഇത് നമ്മുടെ മിലിറ്ററിയിലെ ബോണ്ടിങ്ങിനെ പറ്റിയിട്ടാണ്.